എല്ലാവർക്കും നമസ്കാരം. മൈ സ്റ്റാറ്റിലേക്ക് സ്വാഗതം. കാർത്തിക നക്ഷത്രക്കാർക്ക് ഈ വരുന്ന ഡിസംബർ 2024 എങ്ങനെയാണ് നമുക്ക് നോക്കാം. അതിലേക്ക് കടക്കുന്നതിന് മുമ്പ് പ്രൈവറ്റ് കൺസൾട്ടേഷൻ താല്പര്യമുള്ളവരാണെങ്കിൽ അതിൻ്റെ ഡീറ്റെയിൽസ് ആയി ഡിസ്ക്രിപ്ഷനിലുണ്ട്, നോക്കാവുന്നതാണ്. നമുക്ക് റീഡിങ്സിലേക്ക് കിടക്കാം. കാർത്തിക നക്ഷത്രക്കാർക്ക് ഈ വരുന്ന ഡിസംബർ 2024 എങ്ങനെയാണ് എന്ന് നമുക്ക് നോക്കാം. Be candid, inner knowing, divine support, insight, generosity, achievement. കാർത്തിക നക്ഷത്രക്കാരെ സംബന്ധിച്ചിടത്തോളം ആദ്യം തന്നെ നിങ്ങളുടെ ത്രോട്ട് ചക്ര, അതായത് നിങ്ങൾ നല്ല രീതിയിൽ സംസാരപ്രിയരായിരിക്കും. പൊതുവെ സംസാരപ്രിയരായിട്ടുള്ളവരാണ് എങ്കിൽ കൂടിയും നിങ്ങൾ അതിൽ കൂടുതലായിട്ട് സംസാരിക്കുക, അതായത് ഒത്തിരി സംസാരിക്കാൻ, ഒത്തിരി മറ്റുള്ളവരായിട്ട് നിങ്ങളുടെ അനുഭവങ്ങൾ പങ്കുവയ്ക്കാൻ, നിങ്ങളുടെ ചിന്താഗതികൾ പങ്കുവയ്ക്കാൻ, ഒത്തിരി സംസാരിക്കാൻ ഇഷ്ടപ്പെടുന്ന ഒരു സമയമായിരിക്കും. ത്രോട്ട് ചക്ര വളരെയധികം സ്ട്രോങ്ലി ബാലൻസ്ഡ് ആയതുകൊണ്ട് തന്നെ, അതേപോലെ തന്നെ മോട്ടിവേഷണൽ സ്പീക്കർ, ഏതെങ്കിലും തരത്തിൽ പബ്ലിക് സ്പീക്കിങ്ങിൽ ഉൾപ്പെട്ടിട്ടുള്ളവരാണ് നിങ്ങളെങ്കിൽ നല്ല രീതിയിൽ സംസാരിക്കാനായിട്ടുള്ള ഒരു സാധ്യത നിങ്ങൾക്ക് തുറന്നു വരുന്നുണ്ട്. പ്രത്യേകിച്ച് ഇതുപോലെയുള്ള സ്പീക്കിംഗ്, അതായത് നിങ്ങൾ പബ്ലിക് സ്പീക്കിംഗ് അനിവാര്യമായിട്ടില്ല. ഇപ്പോൾ നിങ്ങൾ അതേപോലെ തന്നെ നിങ്ങൾ ചിലപ്പോൾ ഒരു പ്രൊഫസറാണ്, ടീച്ചറാണെങ്കിൽ നിങ്ങൾ 10, 20 അല്ലെങ്കിൽ 40 ഒത്തിരി കുട്ടികളുടെ മുമ്പിൽ എന്നും സംസാരിക്കുന്നുണ്ട്, ഒത്തിരി ആളുകൾ നിങ്ങളെ കേൾക്കുന്നുണ്ട്, അങ്ങനെയുള്ളൊരു സാഹചര്യം. അതുപോലെ ഇൻഫ്ലുവൻസേഴ്സ്, അങ്ങനെയുള്ള ആളുകളെയൊക്കെ സംബന്ധിച്ചിടത്തോളം, ഇപ്പോൾ കസ്റ്റമർ കെയറിലുള്ളവരെയൊക്കെ സംബന്ധിച്ചിടത്തോളം വളരെ നല്ല സമയമാണ്. നിങ്ങൾ വളരെ നല്ല രീതിയിൽ വളരെ മധുരമായിട്ട് സംസാരിക്കുന്ന സമയമാണ്. എല്ലാവരും നിങ്ങളെ പറയുന്നത് കേട്ടിരിക്കാൻ ഇഷ്ടപ്പെടും. നിങ്ങൾ അങ്ങനെ ഒരു ജോലിയിലുള്ള ഒരാളല്ല എങ്കിൽ കൂടി പൊതുവേ നിങ്ങളുടെ കൂടെ ജോലി ചെയ്യുന്നവരുമായിട്ട് നല്ലൊരു ബന്ധം നിലനിർത്താനും ഒക്കെ നിങ്ങൾക്ക് പറ്റുന്നുണ്ട്. കാരണം നിങ്ങൾ നല്ല രീതിയിൽ സംസാരിക്കുന്നു, മറ്റുള്ളവരായിട്ട് നല്ല രീതിയിൽ അവരെ കൺവിൻസ് ചെയ്ത് സംസാരിക്കാൻ പറ്റുന്ന ഒരു സാഹചര്യം നിങ്ങളെ സംബന്ധിച്ച് സൂചിപ്പിക്കുന്നുണ്ട്. അപ്പോൾ അതിൻ്റേതായിട്ടുള്ള ഒരു സന്തോഷവും ഒക്കെ നിങ്ങളുടെ ജീവിതത്തിലേക്ക് വരുന്നു എന്നുള്ളതാണ്. ഇവിടെ നിങ്ങളെ സംബന്ധിച്ചിടത്തോളം ഈ ഒരു മാസത്തിൽ നിങ്ങൾ വളരെയധികം സ്പിരിച്വലി കണക്റ്റഡ് ആയിട്ടുള്ള ഒരു സാഹചര്യവും സൂചിപ്പിക്കുന്നുണ്ട്. സംസാരത്തോടൊപ്പം തന്നെ നിങ്ങൾ വളരെ നല്ലൊരു ലിസണറാണ്, അതായത് മറ്റുള്ളവർ പറയുന്നത് കേൾക്കാൻ കൂടി നിങ്ങൾ ഇഷ്ടപ്പെടുന്നു എന്നുള്ളത് കൂടിയിട്ടാണ്. അതുകൊണ്ട് തന്നെ സംസാരിക്കുക മാത്രം, വെറുതെ സംസാരിക്കുക എന്നുള്ളതല്ല, മറ്റുള്ളവർ പറയുന്നത് നിങ്ങൾ കേട്ടിട്ട് അതിനനുസരിച്ചിട്ട് മറുപടി പറയുന്ന, അതിനനുസരിച്ചിട്ട് മറ്റുള്ളവർക്ക് പ്രാധാന്യം കൊടുത്തുകൊണ്ട് സംസാരിക്കുന്നത് കൊണ്ട് തന്നെ എല്ലാവരും നിങ്ങൾ പറയുന്നത് കേൾക്കാൻ കൂടി ഇഷ്ടപ്പെടുന്നു എന്നുള്ളതാണ് ഈ ഒരു മാസത്തിൽ നിങ്ങളുടെ ഒരു പ്രത്യേകത എന്ന് പറയുന്നത്. വളരെയധികം സാഹിത്യപരമായിട്ടൊക്കെ സംസാരിക്കാൻ, വളരെ സാഹിത്യവും അല്ലെങ്കിൽ വലിയ വലിയ ഫിലോസഫിക്കൽ ആയിട്ടുള്ള കാര്യങ്ങൾ, വാക്കുകളൊക്കെ ഉപയോഗിക്കുന്നു എന്നുള്ളതാണ്. ചില ആളുകൾ നിങ്ങൾ സ്പോക്കൺ ഇംഗ്ലീഷോ അല്ലെങ്കിൽ ഏതെങ്കിലും ഭാഷ പഠിക്കുന്ന ഒരു ജർമ്മൻ, ഫ്രഞ്ച്, മറ്റേതെങ്കിലും ഭാഷകളൊക്കെ നിങ്ങൾ പഠിക്കാനായിട്ട് പോകുന്നതിൻ്റെ ഒരു സാഹചര്യം നിങ്ങളെ സംബന്ധിച്ചിടത്തോളം ഈ ഒരു മാസത്തിൽ സൂചിപ്പിക്കുന്നുണ്ട്. ആ ഒരു എനർജിയാണ് നിങ്ങളെ സംബന്ധിച്ച് കാണിക്കുന്നത്. അതേപോലെ തന്നെ വളരെ ഡിറ്റർമിനേഷനോട് കൂടിയിട്ട് പല കാര്യങ്ങളും ചെയ്തു തീർക്കാനായിട്ട് നിങ്ങൾ മുന്നിട്ടിറങ്ങുന്നു എന്നുള്ളത് കൂടിയിട്ടാണ് ഇത് സൂചിപ്പിക്കുന്നത്. ജീവിതത്തിൽ പലതും വിട്ടുപോയിട്ടുള്ള പല കാര്യങ്ങളും മനസ്സിലാക്കി നേടിയെടുക്കുന്നു എന്നുള്ളതാണ്. നിങ്ങളുടെ ഉള്ളിലേക്ക് കൂടുതൽ നിങ്ങളുടെ ജീവിതത്തിൽ നിരന്തരമായിട്ട് നിങ്ങൾ ചെയ്യുന്ന, അല്ലെങ്കിൽ ഡേ ടു ഡേ ആക്ടിവിറ്റീസ്, ദിവസം അന്നന്ന് റൂട്ടീനായിട്ട് ചെയ്തു വരുന്ന പല കാര്യങ്ങളിലും നിങ്ങൾ കുറച്ചുകൂടി കൂടുതലായിട്ട്, കാരണം നമ്മൾ പലപ്പോഴും റൂട്ടീനായിട്ട് ചില കാര്യങ്ങൾ ചെയ്യുമ്പോൾ ഒരേ കാര്യം തന്നെ ചെയ്ത് വരുമ്പോൾ നമ്മൾ സ്ഥിരമായിട്ട് ചെയ്യുന്ന സ്ഥിരപരിചിതമായിട്ടുള്ള കാര്യമാണ്. അപ്പോൾ ചില ആളുകളെ സംബന്ധിച്ചിടത്തോളം അതിൽ വലിയ ശ്രദ്ധയൊന്നും കൊടുക്കുന്നുണ്ടാവില്ല. മറ്റുള്ളവർ ചെയ്ത് തഴക്കം വന്ന് അതിൽ ഓരോ ദിവസം കഴിയുന്തോറും അതിൽ വളരെ മികച്ചതായിട്ട് പോകാം. ചില ആളുകൾ സ്ഥിരമായിട്ട് ചെയ്യുമ്പോൾ അവർക്ക് താല്പര്യം നഷ്ടപ്പെടുന്നു, ഇത് തന്നെയാണ് എന്നും ചെയ്യുന്ന ഒരു രീതിയിൽ. അപ്പോൾ ഇവിടെ പറയാനുള്ളത്, നിങ്ങൾ അങ്ങനത്തെ ഒരു സാഹചര്യത്തിലാണ് എങ്കിൽ പ്രയോറിറ്റൈസ് എന്താണ് നിങ്ങൾക്ക് ശരിക്കും നിങ്ങളുടെ ചിന്തകളും നിങ്ങളുടെ താല്പര്യങ്ങളും എങ്ങനെയാണ്, അതായത് എന്നും ഒരേ തരത്തിലുള്ള, അതായത് മോണോട്ടോണസ് ആയിട്ടുള്ള ജോലി ചെയ്യുന്നതിൽ താല്പര്യമുള്ളൊരു വ്യക്തിയാണോ, അത് നിങ്ങൾ ഇഷ്ടപ്പെടുന്നു എന്നുള്ളത് നോക്കുക. അതല്ല, അങ്ങനെ ഇഷ്ടപ്പെടാത്തൊരു വ്യക്തിയാണ് നിങ്ങളെങ്കിൽ, നിങ്ങളുടെ ജോലി അതുപോലുള്ളൊരു ജോലിയാണെങ്കിൽ
നിങ്ങൾ ആ ഒരു ജോലിയിൽ നിന്ന് മാറി വ്യത്യസ്തമായിട്ടുള്ള എന്തെങ്കിലും ഒരു ജോലിയിലേക്ക് ഇറങ്ങാൻ ശ്രമിക്കുക എന്നുള്ളത് കൂടിയിട്ട് അത് നിങ്ങൾക്ക് നല്ലൊരു താല്പര്യം നിങ്ങളിലേക്ക് എത്തിക്കുന്നു എന്നുള്ളതാണ്. ജോലിയിലൊരു മാറ്റം നിങ്ങൾ ആഗ്രഹിക്കുന്നുണ്ട് എങ്കിൽ, അല്ലെങ്കിൽ നിങ്ങളുടെ ദൈനംദിനം ജീവിതത്തിൽ നിങ്ങൾ എന്നും ഒരേ കാര്യങ്ങളാണ് ചെയ്യുന്നതെങ്കിൽ എന്തെങ്കിലും കുറച്ച് വ്യത്യസ്തമായിട്ട് പ്രവർത്തിക്കാനും ചിന്തിക്കാനും ഒക്കെ നിങ്ങൾ തുടങ്ങുന്നതായിട്ടും ഇവിടെ സൂചിപ്പിക്കുന്നുണ്ട്. ഈ ഒരു മാസം പൊതുവേ ദൈവാനുഗ്രഹം വളരെ കൂടുതലുള്ള ഒരു സമയമാണ്. അപ്പോൾ ദൈവാനുഗ്രഹം കൂടുതലുള്ള സമയമാണ് എന്ന് പറയുമ്പോഴും ചില ആളുകളെ സംബന്ധിച്ച് ചില സാഹചര്യവശാൽ എന്തെങ്കിലും ഇഷ്യൂസ് ഉണ്ടാവുകയാണെങ്കിൽ പോലും പലപ്പോഴും നമ്മൾ ദൈവാനുഗ്രഹം ഉള്ളത് കൊണ്ട് നമ്മൾ പറയുമല്ലോ, ദൈവം നമ്മുടെ കൂടെ ഉള്ളത് കൊണ്ട് നമ്മൾ രക്ഷപ്പെട്ടു പോയി എന്നൊക്കെ പറയുന്ന ഒരു സിറ്റുവേഷൻ ഉണ്ടല്ലോ, ആ ഒരു സിറ്റുവേഷനാണ് സൂചിപ്പിക്കുന്നത്. പ്രത്യേകിച്ച് എടുത്ത് പറയുകയാണെങ്കിൽ സാമ്പത്തികമായിട്ടുള്ളൊരു കാര്യത്തിൽ നിങ്ങൾക്ക് പെട്ടെന്ന് സാമ്പത്തികമായിട്ടുള്ളൊരു പ്രതിസന്ധി വരുന്ന ഒരു സിറ്റുവേഷൻ കാണിക്കുന്നുണ്ട്. പക്ഷെ ആ ഒരു സമയത്ത് നിങ്ങളെ സഹായിക്കാനായിട്ട് ഇവിടെ ഒരു ടീം വർക്ക് അല്ലെങ്കിൽ ഒരു കമ്മ്യൂണിറ്റിയാണ്. നിങ്ങളുടെ കമ്മ്യൂണിറ്റി, ആ കമ്മ്യൂണിറ്റിയിലോ അല്ല നിങ്ങളുടെ ഏതെങ്കിലും ഒരു ഗ്രൂപ്പിൻ്റെ ഭാഗമായിട്ടുള്ള ആളുകളുടെ സഹായത്തോട് കൂടിയിട്ട് നിങ്ങളുടെ ആ ഒരു സാമ്പത്തിക പ്രതിസന്ധി പരിഹരിക്കുന്ന ഒരു സിറ്റുവേഷൻ വരുന്നതായിട്ട് കാണുന്നുണ്ട്. അപ്പോൾ ഒരു ദൈവാനുഗ്രഹം കൊണ്ടിട്ട് നിങ്ങളുടെ എല്ലാ കാര്യങ്ങളും നടന്നു പോകുന്നു എന്നുള്ളതാണ്. അപ്പോൾ എന്തെങ്കിലും പ്രതിസന്ധികൾ വരികയാണെങ്കിൽ പോലും അതിനെ നല്ല രീതിയിൽ നിങ്ങൾക്ക് അതിജീവിക്കാനായിട്ട് പറ്റുന്നു എന്നുള്ളത് കൂടിയിട്ടാണ് ഇതിവിടെ സൂചിപ്പിക്കുന്നത്. ഓക്കെ, അതേപോലെ തന്നെ ഇൻസൈറ്റ് എനർജിയാണ്. ജോലി സംബന്ധമായിട്ട് പ്രത്യേകിച്ച് പറയുകയാണെങ്കിൽ ഈ ഹാർഡ് വർക്ക് എന്നുള്ള രീതി, അതായത് ബുദ്ധി ഉപയോഗിച്ച് ചിന്തകളിലൂടെ പ്രവർത്തിക്കുന്ന ഒരു വ്യക്തിയാണ് നിങ്ങൾ. ഒത്തിരി ബ്രെയിൻ പവർ ഉപയോഗിക്കുന്നതാണ്. നിങ്ങൾ എന്തെങ്കിലും റിസർച്ച് ചെയ്യുന്നുണ്ടെങ്കിൽ മറ്റെന്തെങ്കിലും തരത്തിൽ നിങ്ങളൊരു മാത്തമാറ്റീഷ്യൻ ആണ്, ഒരു സ്റ്റാറ്റിസ്റ്റീഷ്യൻ ആണ്, അല്ലെങ്കിൽ മറ്റെന്തെങ്കിലും തരത്തിൽ ഒത്തിരി കണക്കുകളോ അല്ലെങ്കിൽ ചിന്തിച്ച് ചെയ്യേണ്ടുന്ന കാര്യങ്ങൾ, നിങ്ങളൊരു സയൻറ്റിസ്റ്റ്, ഒരു റിസർച്ചർ അതുപോലെയുള്ള ഒരു സാഹചര്യത്തിൽ നിൽക്കുന്ന ഒരാളാണ്. അങ്ങനത്തെ ഒരു സിറ്റുവേഷൻ നിങ്ങളിലേക്കുണ്ട് എങ്കിൽ ഇത് സൂചിപ്പിക്കുന്ന ഇൻസൈറ്റ് ആണ് ഇത് സൂചിപ്പിക്കുന്നതെന്ന് പറയാൻ എന്താ പറയുക, നിങ്ങളുടെ ലൈഫിൽ ഉണ്ടാകുന്ന പ്രോബ്ലംസും നിങ്ങൾ സോൾവ് ചെയ്യുന്നത് ഒരു എനർജി ഉണ്ട്. കാരണം ഒത്തിരി ചിന്തിച്ച് കൂട്ടുന്ന സമയമാണ്. അപ്പോൾ പലപ്പോഴും നിങ്ങളുടെ ലൈഫിൽ എന്തെങ്കിലും ഇഷ്യൂസൊക്കെ ഉണ്ടായാലും നിങ്ങളത് ചിന്തിച്ച് സോൾവ് ചെയ്യുന്നുണ്ട്. അപ്പോൾ അതിപ്പോൾ ഏത് തരത്തിലുള്ള സാഹചര്യങ്ങളിൽ നിങ്ങളിലേക്ക് വന്നാലും വളരെ ഇൻഡ്യൂട്ടീവ് ആയിട്ടുള്ള ഒരു എനർജി കൂടിയിട്ടാണ് ഇത് സൂചിപ്പിക്കുന്നത്. വളരെ ഇൻ്റലിജൻ്റ് ആണ് നിങ്ങൾ, അതായത് വളരെ ബുദ്ധിപരമായിട്ട് തീരുമാനങ്ങൾ എടുക്കുന്ന ഒരു സമയമാണ്. അതുപോലെ വളരെ ബുദ്ധിപരമായിട്ടുള്ള ഒരു പ്രധാനപ്പെട്ട തീരുമാനം നിങ്ങൾ നിങ്ങളുടെ ജീവിതത്തെക്കുറിച്ചിട്ട് എടുക്കുന്ന സമയമാണ്. കൂടുതലായിട്ടും നിങ്ങളുടെ ജോലിയും വിദ്യാഭ്യാസമായിട്ട് ബന്ധപ്പെടുത്തിയിട്ടാണ്. വിദ്യാർത്ഥികളെ സംബന്ധിച്ചിടത്തോളം വളരെ ബുദ്ധിപരമായിട്ടുള്ള ഒരു തീരുമാനം എടുക്കുന്ന സമയമാണ്. അത് ജോലി സംബന്ധമായിട്ടും ആ ഒരു സാധ്യത കാണിക്കുന്നുണ്ട്. പിന്നെ അടുത്തിടയ്ക്ക് ജോലിയിൽ കയറി, ഇപ്പോൾ വിദ്യാഭ്യാസം അടുത്തിടയ്ക്ക് കഴിഞ്ഞ് 2 വർഷമൊക്കെ ആയിട്ടുള്ളൂ. അപ്പോൾ പുതിയ ജോലിയിലേക്ക് കയറിയിട്ടുള്ള ആളുകളെ സംബന്ധിച്ചിടത്തോളം നിങ്ങളുടെ ഒരു ജോലിയിൽ മാറ്റം വരുന്നുണ്ട്. ജോലിയിൽ നിന്ന് നിങ്ങൾ പുതിയൊരു ഫീൽഡിലേക്ക് തന്നെ പോകാനായിട്ട് തീരുമാനിച്ചിട്ട് ഉള്ള സിറ്റുവേഷൻ ഉണ്ട്. അല്ലാത്തവരെ സംബന്ധിച്ച് ഇപ്പോൾ ജോലിയിൽ കയറി കുറച്ച് നാളുകൾ, അല്ലെങ്കിൽ ജോലിയിൽ ഇപ്പോൾ നല്ലൊരു സിറ്റുവേഷൻ അല്ല എങ്കിൽ നിങ്ങൾ നല്ല രീതിയിൽ ആലോചിച്ചിട്ട് ഒന്നുകിൽ ജോലി മാറുന്നതോ അല്ലെങ്കിൽ അതേ കമ്പനിയിൽ മറ്റൊരു ഡിപ്പാർട്ട്മെൻറ്റിലേക്ക് മാറുന്നതോ ഇതൊക്കെ സംബന്ധിക്കുന്ന തരത്തിലുള്ളൊരു മാറ്റത്തിലേക്ക് നിങ്ങൾ വരുന്നു എന്നുള്ളതാണ് സൂചിപ്പിക്കുന്നത്. നെക്സ്റ്റ് വന്നിട്ട് ജനറോസിറ്റിയാണ്. ഇത് സൂചിപ്പിക്കുന്ന നിങ്ങളെ സംബന്ധിച്ചിടത്തോളം നമ്മൾ പലപ്പോഴും ജീവിതത്തിൽ മറ്റുള്ളവരിൽ നിന്ന് നമ്മളിലേക്ക് കാര്യങ്ങൾ മറ്റുള്ളവർ ചെയ്യുന്ന പോലെ തന്നെ തിരിച്ചത് മറ്റുള്ളവരിലേക്ക് കൊടുക്കാൻ പറ്റുന്ന ഒരു സിറ്റുവേഷൻ ജീവിതത്തിലേക്ക് വരുത്താൻ ഉള്ള ഒരു അവസരവും നിങ്ങൾക്ക് ഈ ഒരു മാസത്തിൽ ലഭിക്കുന്നുണ്ട്. അത് ഈ ഒരു മാസത്തിൽ തന്നെ നിങ്ങൾ മറ്റുള്ളവരെ ഒത്തിരി സഹായിക്കുക അല്ലെങ്കിൽ അങ്ങനെ ഒരു സിറ്റുവേഷൻ ഉണ്ടാകുമെന്നുള്ളതല്ല. ഈ മാസം നിങ്ങൾക്കൊരു അവസരം വരുന്നുണ്ട്. ആ അവസരം നിങ്ങൾ നല്ല രീതിയിൽ ഉപയോഗിക്കുകയാണ് എങ്കിൽ ഭാവിയിലേക്ക് വരുന്ന മാസങ്ങളിലും വർഷങ്ങളിലും നിങ്ങൾക്ക് മറ്റൊരാളുടെ മുമ്പിൽ ഒരു സഹായത്തിന് കൈനീട്ടുന്ന ഒരു സിറ്റുവേഷൻ അല്ല, മറിച്ച് ഒത്തിരി അങ്ങനെയുള്ളൊരു സാഹചര്യത്തിലൂടെ കടന്നു പോയിക്കൊണ്ടിരിക്കുന്ന ആളുകളെ കൈ അയച്ചു സഹായിക്കാൻ പറ്റുന്ന അവസരം ഈ ഒരു മാസത്തിൽ വരുന്നുണ്ട്. ആ ഒരു അവസരം നിങ്ങൾ നല്ല രീതിയിൽ ഉപയോഗിച്ച ഫ്യൂച്ചറിലേക്ക്, ഭാവിയിലേക്കാണ് പറയുന്നത്. ഓക്കെ, അച്ചീവ്മെൻ്റാണ് ഇത് സൂചിപ്പിക്കുന്നത്. പലരെ സംബന്ധിച്ചിടത്തോളം നിങ്ങളുടെ ചില ആളുകളെ ഏറ്റവും വലിയൊരു അച്ചീവ്മെൻറ്റ് സൂചിപ്പിക്കുന്നത് നിങ്ങളുടെ പാരൻസ്, നിങ്ങളുടെ മാതാപിതാക്കൾ. നിങ്ങൾ ചിലപ്പോൾ മറ്റൊരു രാജ്യത്തായിരിക്കാം അല്ലെങ്കിൽ ദൂരെ എവിടെയെങ്കിലും ആയിരിക്കാം നിങ്ങൾ ജോലി ചെയ്യുന്നപ്പോൾ മാതാപിതാക്കളോടൊക്കെ നിൽക്കാൻ പറ്റുന്നില്ല അല്ലെങ്കിൽ അവരെ നോക്കാൻ പറ്റുന്നില്ല. അപ്പോൾ അങ്ങനത്തെ ഒരു സിറ്റുവേഷൻ ഒന്നെങ്കിൽ അവരെ നിങ്ങളുടെ അടുത്തേക്ക് കൊണ്ടുവരാനോ അല്ലെങ്കിൽ അവരുടെ അടുത്തേക്ക് പോകാനോ അവിടെ നല്ലൊരു ജോലിയോ കാര്യങ്ങളോ എന്തെങ്കിലുമൊക്കെ ആയി, അതായത് നിങ്ങൾ ഒത്തിരി നാളായിട്ട് ആഗ്രഹിക്കുന്ന ആ ഒരു കാര്യം പാരൻസിനോടൊപ്പം നിൽക്കുക അല്ലെങ്കിൽ അവരെ നിങ്ങളുടെ അടുത്തേക്ക് കൊണ്ടുവരിക, അങ്ങനത്തെ ഒരു സാഹചര്യം, അങ്ങനെ ഒരു ആഗ്രഹം
നിങ്ങൾ നേടിയെടുക്കുന്ന അതൊരു അച്ചീവ്മെൻറ്റ് കാണിക്കുന്നുണ്ട്. അതേപോലെ ജോലിയുടെ കാര്യം നേരത്തെ പറഞ്ഞിട്ടുള്ള ഒരു കാര്യമാണ്. ജോലിയിലുണ്ടാകുന്ന ഈ മാറ്റങ്ങൾ വിദ്യാർത്ഥികളെ സംബന്ധിച്ചിടത്തോളം വളരെ പ്രധാനപ്പെട്ട ഒരു അച്ചീവ്മെൻറ്റ് ഈ ഒരു മാസത്തിൽ കാണിക്കുന്നുണ്ട്. ജോലി സംബന്ധമായിട്ട് വളരെ പ്രാധാന്യം അർഹിക്കുന്ന ഒരു തീരുമാനം നിങ്ങൾ എടുക്കുന്നുണ്ട്. ആ ഒരു തീരുമാനത്തിനെ അടിസ്ഥാനപ്പെടുത്തിയിട്ട് ജോലിയിലും വളരെ പ്രാധാന്യം അർഹിക്കുന്ന ഒരു സാധ്യത നിങ്ങൾക്ക് ലഭിക്കുന്നതായിട്ട് ഈ ഒരു മാസത്തിൽ നിങ്ങളെ സംബന്ധിച്ചിടത്തോളം സൂചിപ്പിക്കുന്നുണ്ട്. ഓക്കെ, അപ്പോൾ ഇത്രയും കാര്യങ്ങളാണ് പറയാനുണ്ടായിരുന്നത്. നിങ്ങൾക്ക് ഈ വീഡിയോ ഇഷ്ടപ്പെട്ടുവെങ്കിൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും കമൻറ്റ് ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത്. എല്ലാവർക്കും നന്ദി, നമസ്കാരം.